Hello students, welcome back to EJU Plus Academy. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 19 ചൂസിങ് എ കരിയർ അഥവാ കരിയർ തിരഞ്ഞെടുക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കരിയർ എന്താണ് കരിയർ, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് കരിയറും അതുപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റും വേജ് എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് അതെന്താണ്, അതുപോലെ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ആ ഒരു പോസിബിൾ ഏരിയാസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അത് നമുക്ക് കരിയർ എന്താണെന്ന് നോക്കാം. കരിയർ അഥവാ തൊഴിൽ എന്തെന്ന് നിർവചിക്കുക. ജീവിതത്തിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയെയാണ് തൊഴിൽ അഥവാ ജോലി എന്ന് പറയുന്നത്. ഒരാളുടെ ജോലി കാലയളവിൽ അയാൾക്ക് കൈവരിക്കാവുന്ന വിവിധ പദവികളെയാണ് തൊഴിൽ അഥവാ കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു തൊഴിൽ കരിയറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ഒക്കെ നേടുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു വ്യാപാരം നടത്തുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അതിന് നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള ഒരു പ്രസ്തുത ജോലിക്കായി നിങ്ങൾക്ക് എത്രത്തോളം തയ്യാറെടുപ്പുകളും ആസൂത്രണവും നടത്താനിരിക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ആ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെപ്പറ്റി, അതായത് അതിൻ്റെ ധാരണ, പ്രാധാന്യം, വഴികൾ, കഴിവുകൾ തുടങ്ങിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് കരിയർ എന്താണെന്നാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അവസരങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയെയാണ് തൊഴിൽ അഥവാ ജോലി എന്ന് പറയുന്നത്. കരിയർ, നമ്മളൊരു കരിയർ എന്താണ് നമ്മൾ തീരുമാനിക്കാൻ, നമുക്ക് ഈ ഒരു കരിയറിലോട്ട് നമ്മൾ നീങ്ങണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ലൈഫിൽ ടേണിംഗ് പോയിൻ്റ് ആണ്. ആ ഒരു ജോലി, നമ്മുടെ ആ ഒരു ജോലിയുടെ കാലയളവിൽ അയാൾക്ക് കൈവരിക്കാവുന്ന വിവിധ പദവികളെയാണ് നമ്മൾ കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ എന്താണെന്ന് നോക്കാം. ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക. ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത നേടിയ ശേഷം ഭാവിയിലേക്ക് നാം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജോലിക്കും തൊഴിലിനും ശ്രമിക്കേണ്ടത് ഇന്നത്തെ മത്സരം നിറഞ്ഞ ലോകത്തിൽ അനിവാര്യമായ കാര്യമാണ്. കരിയർ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ഒരാളുടെ ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങളിൽ ഒന്ന്. മൂല്യങ്ങൾ, അഭിരുചികൾ, ശീലങ്ങൾ എന്നിവ രൂപപ്പെടുന്നതിൽ അയാളുടെ ജോലി അയാളെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വിവിധ കരിയറുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോ വ്യക്തിയും തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഓരോ വ്യക്തിക്കും തൻ്റെ ശക്തിയും ബലഹീനതയും തിരിച്ചറിഞ്ഞ് മികച്ച കരിയർ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ളൊരു നിർണായകമായ ഒരു ഘട്ടമാണ് നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കരിയറിലേക്ക് നമുക്ക് വേണ്ട നമുക്ക് സ്കിൽസ് ഉണ്ടോ, ആ ഒരു കരിയർ ചൂസ് ചെയ്യാൻ ആയിട്ട് നമ്മുടെ വീക്ക്നെസ് എന്താണ്, അതുപോലെ നമ്മുടെ ആ ഒരു അഭിരുചികൾ എന്താണ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്സ്, നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ തിരഞ്ഞെടുക്കുക നമ്മുടെ ആ ഒരു കരിയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എന്നിട്ടാണ് നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതൊരു നമ്മുടെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഒരു കരിയർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും നമ്മളൊരു കരിയർ നമുക്ക് തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമ്മൾ അതിലൂടെയാണ് നമ്മൾ ഏർണിങ്സ് ഉണ്ടാക്കുന്നത്. നമ്മളൊരു ചൂസിങ് എ കരിയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും അതൊക്കെ നമ്മൾ അതിന് വേണ്ട എല്ലാ കഴിവുകളും നമ്മൾ ആർജിച്ചിരിക്കണം. അതിനുശേഷം നമുക്കൊരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ എന്താണ് ഒരു കരിയർ എന്ന് പറഞ്ഞാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വേജ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. എന്താണ് വേജ് എംപ്ലോയ്മെൻറ്റ്? കൂലിവേലയും സ്വയം തൊഴിൽ എന്നിവ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അപ്പോൾ ആദ്യം കൂലിവേല എന്താണെന്ന് നോക്കാം. കൂലി അഥവാ ശമ്പളം ലഭിക്കുന്നതിനായി മറ്റൊരാളെ സേവിക്കുന്നതിനെയാണ് കൂലിവേല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാൾക്ക് ഉപജീവനമാർഗം എന്നോണം ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്വയം ഏർപ്പെടുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂലിവേലയും സ്വയം തൊഴിലും അഥവാ വേജ് എംപ്ലോയ്മെൻറ്റും സെൽഫ് എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? കൂലിവേല അഥവാ നമ്മുടെ ആ ഒരു കൂലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരാളെയാണ് അയാൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവർ തരുന്നൊരു കൂലി, ഒരു നിശ്ചിത തുക ഒതുങ്ങുന്ന ഒരു കാര്യമാണ് കൂലിവേല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉപജീവനമാർഗ്ഗം എന്നോണം നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ സ്വയം നമ്മൾ ചെയ്യുന്നൊരു ജോലി, സ്വയം ഏർപ്പെടുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. മറ്റേത് കൂലിക്ക് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം. മറ്റേ സ്വയം തൊഴിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്വയം ഉപജീവനമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം ചെയ്യുന്ന ഏതൊരു തൊഴിലിനെയാണ് നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് നോക്കാം.
ആ ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ അടിസ്ഥാനം, പിന്നെ സ്വയം തൊഴിലും കൂലിവേല. അത് നമ്മൾ സ്വയം തൊഴിൽ എന്താണെന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് സ്വയം തൊഴിൽ. ഇനി അതിൻ്റെ പദവി എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക് ഉടമസ്ഥൻ്റെ സ്ഥാനമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു ഉടമസ്ഥതയിലുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെടുന്നത്. അതിൻ്റെ ആ ഒരു സ്വഭാവം, ജോലിയുടെ സ്വഭാവമാണ് സ്വന്തം ഉടമസ്ഥതയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പദവി എന്ന് പറയുന്നത് സ്വയം ചെയ്യുന്ന വ്യക്തിക്ക്, തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക് ഉടമസ്ഥൻ്റെ സ്ഥാനമാണ് ഉണ്ടാവുക. സ്വയം തൊഴിൽ നമ്മളുടെ കൺട്രോളിലാണല്ലോ, അതുകൊണ്ട് നമ്മളാണ് അതിൻ്റെ ഉടമസ്ഥൻ സ്വയം തൊഴിലിൽ. ഇനി വരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വയം തൊഴിലിൻ്റെ കാര്യത്തിൽ വരുമാനം നിശ്ചിതമായിരിക്കില്ല, അത് ഉടമസ്ഥൻ്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരുമാനം ഇരിക്കില്ല. അവരുടെ ആ ഒരു സ്കില്ലിൻ്റെയോ അവരുടെ ആ ഒരു കഴിവിൻ്റെയോ ഒക്കെ വെച്ചിട്ടായിരിക്കും അവരുടെ ആ ഒരു വരുമാനം നിശ്ചയിക്കാം. നെക്സ്റ്റ്, ഉൾക്കൊള്ളുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ വരുമാനവും വ്യാപാരത്തിൻ്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ജോലിയുടെ സ്വഭാവം മുൻകൂട്ടി തീരുമാനിക്കാവുന്നതല്ല, അത് മാറിക്കൊണ്ടിരിക്കും. ഉൾക്കൊള്ളുന്ന ആ ഒരു ജോലിയുടെ ആ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വരുമാനവും വ്യാപാരത്തിൻ്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ജോലിയുടെ സ്വഭാവം എന്താ വെച്ചാൽ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല, അത് എന്തായാലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അവർ ഉൾക്കൊള്ളുന്ന ജോലി എന്ന് പറഞ്ഞാൽ. ഇനി നഷ്ടസാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വയം തൊഴിലിൻ്റെ കാര്യത്തിൽ നഷ്ടസാധ്യത വളരെ കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആ ഒരു റിസ്ക്കും ആ ഒരു ലോസും ഒന്നും ബെയർ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടാവില്ല. സ്വയം തൊഴിലാകുമ്പോൾ നമ്മളുടെ കൺട്രോളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതിൻ്റെ ഏർണിങ്സ് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രോഫിറ്റ് ആണെങ്കിലും അതിൻ്റെ ലോസ് ആണെങ്കിലും നമ്മൾ തന്നെയായിരിക്കും നമ്മൾക്ക് അടുത്തേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ആ ഒരു നഷ്ടസാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇനി നെക്സ്റ്റ്, ജോലി ചെയ്യുന്നതിലെ താല്പര്യം എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലാകുമ്പോൾ ലഭ്യമായ അവസരങ്ങൾ മനസ്സിലാക്കി എങ്ങനെ വ്യാപാരം നടത്തണമെന്ന് ഉടമസ്ഥന് തന്നെ സ്വതന്ത്രമായി തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ അയാളുടെ ഒരു താല്പര്യം അയാളുടെ ഒരു ഏർണിങ്സിന് വേണ്ടിയിട്ട് അയാളുടെ ഒരു കൺട്രോളിലായിരിക്കുമ്പോൾ അയാൾ ഓരോ ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കിയിട്ട് എങ്ങനെയൊക്കെ അവർക്ക് ആ ഒരു വ്യാപാരം നടത്തണമെന്നൊക്കെ അയാൾക്ക് തന്നെ സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കൂലിവേല എന്താണെന്ന് നോക്കാം. കൂലിവേലയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ തൊഴിലുടമ ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റില്ല. സ്വയം തൊഴിൽ നേരെ മറിച്ചിട്ട് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പ്രവർത്തിക്കാവുന്നതാണ്. പക്ഷേ കൂലിവേല എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ തരുന്ന ആ ഒരു ജോലി, നമ്മളെ ഏൽപ്പിച്ച ജോലിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുക, അതിലാണ് ഏർപ്പെടുന്നത്. തൊഴിലുടമ ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്. ഇനി പദവി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്ക് തൊഴിലാളിയുടെ സ്ഥാനമാണ് ഉണ്ടാവുക. അത് നമ്മൾ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുകയാണ്, അപ്പോൾ അവിടെ നമ്മളൊരു തൊഴിലാളിയാണ്. പക്ഷേ സ്വയം തൊഴിൽ നമ്മൾ ആ ഒരു ഉടമസ്ഥൻ്റെ സ്ഥാനം തന്നെ ആയിരിക്കും ഉണ്ടാവുക. കൂലിവേലയുടെ കാര്യത്തിൽ ആ ഒരു തൊഴിലാളിയുടെ സ്ഥാനം തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി വരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ വരുമാനം നിശ്ചിതവും തൊഴിലുടമയ്ക്ക് വർദ്ധിപ്പിക്കാവുന്നതുമായിരിക്കും. അതൊരു നിശ്ചിതമായ ഒരു തുകയായിരിക്കും. ഇപ്പോൾ ദിവസക്കൂലിയൊക്കെ ആണെങ്കിൽ ഒരു 1000 രൂപയാണ് കൂലിയെങ്കിൽ ആ ഒരു 1000 രൂപ അത് നിശ്ചിതമാണ്. ഇനി ആരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത് അയാൾക്ക് ഉടമസ്ഥന് തൊഴിലുടമയ്ക്ക് അത് അതിലെന്തെങ്കിലും വേരിയേഷൻസ് വരുത്താം, കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാനും പറ്റും, കൂട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഉൾക്കൊള്ളുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ തൊഴിലാളിയുടെ ജോലി നിശ്ചിതവും മുൻകൂട്ടി തീരുമാനിച്ചതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കൂലിവേലയ്ക്കാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത് വെക്കുക. അപ്പോൾ അവർ ചെയ്യുന്ന ജോലി അതാണ്. അപ്പോൾ അവർ നിശ്ചിത ആ ഒരു കാര്യം തന്നെ അവരവിടെ ചെയ്യുള്ളൂ, അവരുടെ അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നേരെ മറിച്ച് സ്വയം തൊഴിലാകുമ്പോൾ അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ടും അവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ ചേഞ്ച് വരുത്തുക, അതിൽ മാറിക്കൊണ്ടിരിക്കുക ആ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് വെച്ചാൽ. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്, ആ ഒരു കൂലിവേലയുടെ ഒരു നേരെ മറിച്ചാണെങ്കിൽ നേരിട്ട് അവർ തരുന്ന ജോലി മാത്രം കൃത്യമായി ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അതിൽ അവർക്ക് ഒരു ചേഞ്ചോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ മാറ്റം വരുത്താനില്ല. അതാണ് ആ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നഷ്ടസാധ്യത എന്ന് പറഞ്ഞാൽ ജോലി തുടരുന്നിടത്തോളം യാതൊരു നഷ്ടസാധ്യതയും വരുന്നില്ല. അപ്പോൾ കൂലിവേലയ്ക്ക് ഒരു നഷ്ടസാധ്യതയും വരുന്നില്ല. നേരെ മറിച്ച് സ്വയം തൊഴിലിന് നഷ്ടസാധ്യത വരുന്നുണ്ട്, കാരണം അത് അവരുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ അവരുടെ നഷ്ടം സഹിക്കേണ്ടത് അവരാണ്. പക്ഷേ കൂലിവേലയ്ക്ക് ജോലി ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് നഷ്ടമൊന്നും വരില്ല. ജോലി ഇല്ലാതാവുന്ന സമയത്തേ നഷ്ടം വരുന്നുള്ളൂ, ജോലി ഇല്ലാത്തതിൻ്റെ. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന ഒരു കൂലിവേല ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് യാതൊരുവിധ നഷ്ടവും സാധ്യതയോ ഒന്നും ആ ഒരു ജോലി തുടരുന്നിടത്തോളം കാലം അവർക്ക് വരുന്നില്ല.
നെക്സ്റ്റ് ജോലി ചെയ്യുന്നതിലെ താല്പര്യം എന്ന് പറഞ്ഞാൽ കൂലിവേലയുടെ കാര്യത്തിൽ തൊഴിലുടമയുടെ നിബന്ധനകളും നിയമാവലികളും അനുസരിച്ചാണ് തൊഴിലാളി ജോലി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ആളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ തൊഴിലുടമയുടെ കുറേ നിബന്ധനകൾ, അവരുടെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് തൊഴിൽ ചെയ്യാൻ സാധ്യതയുള്ളൂ. നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. അവർ തരുന്ന ഒരു നിർദ്ദേശപ്രകാരമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ കൂലിവേലയെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതാണ് ഈ ഒരു സ്വയം തൊഴിലും കൂലിവേലയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസസ്. വേജ് എംപ്ലോയ്മെൻറ്റും അതുപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഡിഫറൻസാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ സ്വയം തൊഴിലിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക. ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നമുക്ക് ആർക്കിപ്പോൾ എത്രയോ പേര് എല്ലാ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും അവർക്ക് ഒരു ജോലി കിട്ടുന്നില്ല. അത്രയും കോമ്പറ്റീറ്റീവ് ഉള്ളൊരു വേൾഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന ഒരു തൊഴിലില്ലായ്മയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ സ്വയം തൊഴിലിൻ്റെ പ്രാധാന്യം നോക്കാം. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അത് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായി നടത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ സ്വയം തൊഴിൽ എന്ന് പറയുന്നു. ഇത്തരം സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലും മേൽനോട്ടത്തിലും പ്രവർത്തിക്കുന്നതുമായിരിക്കും. ചിലപ്പോൾ സഹായത്തിനായി 1-2 പേർ കൂടി ഉണ്ടായിരിക്കാം. സ്റ്റേഷനറി ഷോപ്പുകൾ, പുസ്തകശാലകൾ, മരുന്നുകടകൾ എന്നിവ സ്വയം തൊഴിൽ അധിഷ്ഠിതമായുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. സാധനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുക വഴിയോ അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുക വഴിയോ ഉള്ള വരുമാനത്തിലൂടെയോ ആണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ തങ്ങളുടെ ഉപജീവനത്തിനായി ആവശ്യമായ പണം കണ്ടെത്തുന്നത്. വരവ് ചെലവിനേക്കാൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും ഇവർ തന്നെ സഹിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു തരത്തിലൊരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അത് അയാളുടെ സ്വന്തം ഉടമസ്ഥതയിലും കൺട്രോളിലും ഒക്കെ ആയിരിക്കുന്ന ഒരു മേൽനോട്ടത്തിലും കൺട്രോളിലും ഒക്കെ ആയിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ ചിലപ്പം സഹായികളായിട്ടോ ആൾക്കാരെയൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ മൊത്തം കൺട്രോൾ ആ ഒരു ഉടമസ്ഥൻ്റെ കൺട്രോളിലും മേൽനോട്ടത്തിലും തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഈ സ്റ്റേഷനറി ഷോപ്പുകൾ, പുസ്തകശാലകൾ, മരുന്ന് കടകളൊക്കെ ഈ സ്വയം തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവർ അവിടുത്തെ സാധനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ അതുപോലെ ഏതെങ്കിലും സേവനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നതിന് വഴിയാണ് അവരുടെ ഉപജീവന മാർഗമായിട്ട് അവർക്ക് ക്യാഷ് കിട്ടുന്നത്. അങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്. അങ്ങനെയാണ്. പിന്നെ വരവ് ചെലവിനേക്കാൾ കുറയുന്ന ടൈമിലൊക്കെ അതിൻ്റെ നഷ്ടസാധ്യത ആ ഒരു ഉടമസ്ഥൻ തന്നെയാണ് സഹിക്കേണ്ടി വരിക. അപ്പോൾ അതാണ് നമ്മൾ സ്വയം തൊഴിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്വയം തൊഴിൽ കൈവരിക്കാൻ ഒരാൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ വ്യക്തമാക്കുക. ഇപ്പോൾ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് ക്വാളിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണെന്നാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നോക്കുക, മാനസിക പാഠവം എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലിൽ ഏർപ്പെടണമെങ്കിൽ അത് സാധ്യമാകുന്ന ഏറ്റവും ഉചിതമായ മേഖല ഏതാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള മാനസിക പാഠവും ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അവർക്ക് ഉണ്ടാവേണ്ട ഒരു ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മാനസിക പാഠമാണ്. എന്ന് വെച്ചാൽ സ്വയം തൊഴിലിൽ ഏർപ്പെടണമെങ്കിൽ അത് സാധ്യമാകുന്ന, അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഏതൊരു തൊഴിൽ ചെയ്താലാണ് നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ ഒരു സ്കില്ലിനനുസരിച്ച് നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് തൊഴിലിലേക്കാണ് തിരിയേണ്ടത് എന്നുള്ള ആ ഒരു മേഖല കണ്ടെത്തുന്ന, ആ ഒരു ഉചിതമായ ഒരു ജോലി കണ്ടെത്തുന്നതാണ് ആദ്യത്തെ കാര്യം. അതാണ് മാനസിക പാഠം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉചിതമായ മേഖല ഏതാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ആ ഒരു സ്കില്ലാണ് മാനസിക പാഠവം. അത് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഊർജ്ജസ്വലതയും ദീർഘദൃഷ്ടിയും. സ്വയം തൊഴിലുകാരൻ വിപണിയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് തൻ്റെ വ്യാപാര പ്രവർത്തനത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനെ പറ്റിയിട്ട് നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തൊഴിലിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ടെക്നോളജീസ് കൊണ്ടുവരണം, അതുപോലെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇപ്പോൾ നടക്കുന്നത്, നമ്മുടെ ആ ഒരു ബിസിനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതുപോലെ നമ്മൾ എല്ലാത്തിനെ പറ്റിയിട്ട് നല്ല ഒരു കെയർഫുൾ ആയിരിക്കണം. എന്തൊക്കെയാണ് ആ ഒരു ട്രെൻഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് ബിസിനസ്സിനെ ദീർഘദൃഷ്ടിയിൽ കൊണ്ടുപോകാനുള്ളൊരു കഴിവ് അയാൾക്ക് ഊർജ്ജസ്വലതയും ദീർഘദൃഷ്ടിയും ഉണ്ടായിരിക്കണം. ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് തുടങ്ങുന്ന ആളെ സംബന്ധിച്ചിട്ട്, സ്വയം തൊഴിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഈ ഒരു ഇതുണ്ടായിരിക്കണം, ഊർജ്ജസ്വലതയും ദീർഘദൃഷ്ടിയും. നെക്സ്റ്റ്, ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തീരുമാനങ്ങളും ഉടമസ്ഥൻ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ
അവർ എന്താണ് പെട്ടെന്നുള്ള ഡിസിഷൻസ് എടുക്കാനും അത് അവരെ ബാധിക്കാത്ത വിധത്തിലുള്ള, ഇപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു കാര്യം ഇതിപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഫെയിലിയർ ആവുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആ ഒരു തോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾ അവർ റിസ്ക് എടുക്കാനും ബാധ്യസ്ഥനാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായാലേ അവരുടെ ആ ഒരു ജോലിയെ അവർക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു ആത്മവിശ്വാസം ഒരു സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടതാണ്. നെക്സ്റ്റ്, വ്യാപാര സംബന്ധമായ അറിവ്. സ്വയം തൊഴിൽ നടത്തുന്ന ഒരാൾക്ക് അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം ആവശ്യമാണ്. ഒരു വ്യാപാര സംബന്ധമായ അറിവ്, ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു നല്ലൊരു നോളേജ് ഉണ്ടായിരിക്കണം അയാൾക്ക്. എന്നാലേ അവർക്ക് ആ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ അവർക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. ആ ഒരു ടെക്നോളജീസിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു കൃത്യമായ ഒരു ധാരണയും കാര്യങ്ങളും അറിവും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, അക്കൗണ്ടിങ് പരിജ്ഞാനം. അക്കൗണ്ടിങ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു സ്വയം തൊഴിലുടമ വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ട എല്ലാവിധ രേഖകളും സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? ആ ഒരു സെൽഫ് എംപ്ലോയ്ഡുള്ള ആൾക്ക് പ്രത്യേകിച്ച് വേറൊരു ജോലിക്കാരെയൊന്നും അഡീഷണൽ ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ് ആ ഒരു സ്കിൽ ഉണ്ടാവേണ്ടതാണ് അയാൾക്ക്. എന്നാലേ അയാൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിരിക്കണം. എന്താണ് നമ്മുടെ വരവ് ചെലവ് കണക്കുകളും കാര്യങ്ങളൊക്കെ രേഖയോടും എല്ലാം സൂക്ഷിച്ച് വെക്കേണ്ട ആ ഒരു സ്കില്ല് കൂടെ, ആ ഒരു അക്കൗണ്ടിങ് പരിജ്ഞാനം കൂടെ ആ ഒരു സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു മാനസിക പാഠവും ഊർജ്ജസ്വലതയും ദീർഘദൃഷ്ടിയും ആത്മവിശ്വാസം, വ്യാപാര സംബന്ധമായ അറിവ്, അക്കൗണ്ടിങ് പരിജ്ഞാനം, ഇതൊക്കെയാണ് ഒരു സ്വയം തൊഴിൽ കൈവരിക്കാൻ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഗുണങ്ങൾ. നെക്സ്റ്റ്, വ്യക്തിഗത ഗുണങ്ങൾ. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് സത്യസന്ധത, ആത്മാർത്ഥത എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ സ്വന്തം തൊഴിലിനോട് തന്നെ നമ്മളൊരു കൂറ് കാണിക്കേണ്ടതാണ്. അതാണ് ഈ ഒരു വ്യക്തിഗത ഗുണങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു ജോലിയിൽ നമുക്ക് സത്യസന്ധതയായിരിക്കണം, അതുപോലെ ആത്മാർത്ഥതയൊക്കെ, ഈ ഒരു ഗുണങ്ങളൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പോസിബിൾ ഏരിയാസ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്വയം തൊഴിൽ സാധ്യമാക്കുന്ന കുറച്ച് മേഖലകളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്ക് സ്വയം തൊഴിൽ സാധ്യമാക്കാവുന്ന മേഖലകൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുക. ഫസ്റ്റ് വൺ, ചെറുകിട ചില്ലറ കച്ചവടം. ചെറുകിട ചില്ലറ കച്ചവടം എന്ന് പറഞ്ഞാൽ 1-2 വ്യക്തികളുടെ സഹായത്തോടെ ഒരു വ്യക്തിക്ക് സ്വന്തം ഉടമസ്ഥതയിൽ വളരെ എളുപ്പത്തിൽ തുടങ്ങാവുന്നതും ലാഭകരമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാവുന്നതുമായ ചെറുകിട ചില്ലറ കച്ചവടമാണ് അതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ 1-2 വ്യക്തികളുടെ ചെറിയൊരു സഹായത്തോടെ സ്വന്തം ഉടമസ്ഥതയിൽ വളരെ എളുപ്പത്തിൽ തുടങ്ങാവുന്നതും ലാഭകരമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാവുന്നവയുമാണ് ചെറുകിട ചില്ലറ കച്ചവടം എന്ന് പറയുന്നത്. അത് ഒരു ഏരിയ ആണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ചില്ലറ കച്ചവടങ്ങൾ. നെക്സ്റ്റ്, വ്യക്തിഗത വൈദഗ്ധ്യം അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ. അത് അടുത്തൊരു മേഖലയാണ്. എന്താണെന്ന് വെച്ചാൽ വ്യക്തികൾക്ക് അവരുടെ വ്യക്തിഗത വൈദഗ്ധ്യം അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിലുള്ള സ്വയം തൊഴിലുകളിൽ ഏർപ്പെടാവുന്നതാണ്. നമ്മുടെ ആ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു GST ഫയലിംഗ് ആ ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കില്ല് വെച്ചിട്ട് നമ്മൾ സ്വന്തം ആയിട്ട് ഓരോ ഫേമിലൊക്കെ പോയിട്ട് നമ്മൾ അവരുടെ GST കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു വ്യക്തിഗത വൈദഗ്ധ്യം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഒരു മേഖല എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ യോഗ്യതകൾ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകൾ. പ്രൊഫഷണൽ യോഗ്യതകൾ അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ അറിവും പരിജ്ഞാനവും പരിശീലനവും ആവശ്യമായി വരുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ സ്വയം തൊഴിൽ എന്നാണ് നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഫഷണലായിട്ട് എന്തൊക്കെയാണ് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതുപോലെ അഡ്വക്കേറ്റ്സ്, നിയമജ്ഞർ തുടങ്ങിയവരൊക്കെ ഒരു പ്രൊഫഷണൽ യോഗ്യത നേടിയിട്ട് അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഡോക്ടേഴ്സിനൊക്കെ സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ തുടങ്ങിയിട്ട് ചെയ്യാനാണ്. എഞ്ചിനീയേഴ്സിനൊക്കെ ഒരു ഫേമൊക്കെ തുടങ്ങിയിട്ട് അവരുടെ എഞ്ചിനീയറിംഗ് സംബന്ധമായ കാര്യങ്ങളും ഒക്കെ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ അഡ്വക്കേറ്റ്സിനൊക്കെ അവർ ഒരു പ്രത്യേകമായ ഒരു ഓഫീസൊക്കെ ഇട്ടിട്ട് അവർ കേസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതൊക്കെയാണ് ഈ പ്രൊഫഷണൽ യോഗ്യതയൊക്കെ നേടിയിട്ട് അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു തൊഴിൽ. അവർ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നെക്സ്റ്റ്, ചെറുകിട കൃഷി തൊഴിൽ എന്ന് വെച്ചാൽ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യബന്ധനം, പൂന്തോട്ട നിർമ്മാണം, പട്ടുനൂൽപ്പുഴു വളർത്തൽ മുതലായ കൃഷി തൊഴിലുകളും സ്വയം തൊഴിലായി ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഈ ഒരു പോൾട്രി ഫാംസ്, അതുപോലെ ഈ കന്നുകാലി വളർത്തുന്നത്, അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ഫാം സെറ്റപ്പൊക്കെ ആയിട്ട് നമുക്ക് സ്വയം തൊഴിലായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറുകിട കൃഷിത്തൊഴിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ അനുകൂലമായ മേഖലകളാണ്. നെക്സ്റ്റ്, ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ.
ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ കൈകൊണ്ടുള്ള തയ്യൽ, നെയ്ത്ത് വസ്ത്രങ്ങൾ, തയ്ക്കൽ എന്നിങ്ങനെയാണ് ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ സ്വയം തൊഴിൽ എന്നോണം നടത്താവുന്നതാണ്. നമുക്ക് ഈ കൈകൊണ്ട് നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ തയ്യൽ, നെയ്ത്ത് വസ്ത്രങ്ങളൊക്കെ നെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഗ്രാമീണ കുടിൽ വ്യവസായങ്ങളായിട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, കരകൗശല വിദ്യകൾ. ചില പ്രത്യേക കരകൗശല വിദ്യകളിലും കലയിലും പ്രാവീണ്യമുള്ളവർക്ക് അവയെ അടിസ്ഥാനമാക്കിയുള്ള സ്വയം തൊഴിൽ കണ്ടെത്താവുന്നതാണ്. അതിന് എക്സാമ്പിൾസാണ് സ്വർണ്ണപ്പണി, ഇരുമ്പ് പണി, കൊത്തുപണി മുതലായവയൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ ചെയ്യാവുന്ന ജോലികളാണ്. ഇനി നോക്കുക നെക്സ്റ്റ് വൺ, പ്രിഫറൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓവർ വേജ് എംപ്ലോയ്മെൻറ്റ്. അപ്പം അതെന്താണെന്ന് നോക്കാം. സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം, ആ ഒരു പ്രിഫറൻസ് എന്തൊക്കെയാണെന്ന്. സ്വയം തൊഴിൽ ഒരു വ്യക്തിയുടെ കഴിവുകൾക്കും അഭിരുചിക്കും അനുസരിച്ച് തൻ്റെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. വൻതോതിലുള്ള മൂലധന സമാഹരണമോ മറ്റു സൗകര്യങ്ങളോ കൂടാതെ തന്നെ സ്വയം തൊഴിൽ നടപ്പിലാക്കുവാൻ സാധിക്കും. സ്വയം തൊഴിൽ സംരംഭകൻ്റെ തൻ്റെ വ്യാപാരത്തെ സംബന്ധിച്ച് തീരുമാനങ്ങളെല്ലാം സ്വയം എടുക്കുന്നതിനാൽ സംരംഭകന് വ്യാപാരത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും പഠിക്കുവാനും സാധിക്കും. കൂലിവേല ചെയ്യുന്ന ആളിന് ജോലി നൽകുന്നയാളിൻ്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല. അപ്പോൾ അതാണ് ആ ഒരു നമ്മൾ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്വയം തൊഴിലാണ് ഒരു വ്യക്തിയുടെ കഴിവുകൾക്കും അഭിരുചിക്കും അനുസരിച്ചിട്ട് തൻ്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളും കൂടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് സ്വയം തൊഴിലൂടെ. നമ്മുടെ സ്കിൽസും കാര്യങ്ങളും നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റും ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റിലൂടെ. അതുപോലെ നമുക്ക് അതിനൊരു വലിയൊരു ഹ്യൂജായിട്ടുള്ള ഒരു ക്യാപിറ്റലൊക്കെ മുടക്കിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ രീതിയിൽ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങാൻ പറ്റും. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങാൻ പറ്റും. അതുപോലെ എന്താണ്, അവരുടെ വ്യാപാരത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡിസിഷൻസും, അവരുടെ ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തി തന്നെയായിരിക്കും മൊത്തം കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം. പക്ഷെ നേരെ മറിച്ചിട്ട് കൂലിവേല ചെയ്യുന്ന ഒരാളാണ്, മറ്റുള്ളവരുടെ കീഴിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ അവർ തരുന്ന നിശ്ചിതമായ ഒരു കൂലി, അതുപോലെ അവർ എന്തെങ്കിലും അഡീഷണൽ കൂട്ടി തന്നാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു നിശ്ചിത ടൈമിങ്ങും, അതുപോലെ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്കൊരു ഫ്രീഡം ഇല്ലാതെയാണ് നമ്മളൊരു കൂലിവേല ചെയ്യുക. അപ്പോൾ അതാണ് പ്രിഫറൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓവർ വേജ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ ആ ഒരു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെയും വേജ് എംപ്ലോയ്മെൻറ്റുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അതുപോലെ കരിയർ എന്താണ്, അതുപോലെ കൂലിവേല, കരിയർ അഥവാ തൊഴിൽ എങ്ങനെയാണ് നമ്മൾ നിർവചിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, താങ്ക് യു.